ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വിൽസൺ ഫ്രം ചോറ്റാനിക്കര. എന്തായാലും ജന്മം നൽകിയ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രോമാർട്ട് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മളുടെ എല്ലാ കമ്പനികളെയും നമ്മൾ എടുത്തു നോക്കിയാൽ കമ്പനിയുടെ ലാഭവിഹിതം മാത്രമായിരിക്കും അവരുടെ മോണിറ്ററിങ്. പക്ഷെ ഇവിടെ ഗ്രോമാർട്ട് ചെയ്യുന്നത് അതല്ല. ഗ്രോമാർട്ടിൽ എത്തുന്ന ഗ്രോമാർട്ട് ഫാമിലി മെമ്പേഴ്സിനും മണി ഫ്രീഡവും അവരുടെ ഹെൽത്തുമാണ് അവർ പ്രദാനം ചെയ്യുന്നത്. അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളിലും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്കത് മനസ്സിലാവും. ആൽക്കലൈസർ എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ, ഒരു വാട്ടർ ജഗ്, നമ്മളിലേക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഗ്രോമാർട്ടുമായി കൈകോർത്തുകൊണ്ട് ഇത് ഗ്രോമാർട്ടിന്റെ ഫാമിലിക്ക് വേണ്ടി, നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് ഗ്രോമാർട്ട് നമ്മളിലേക്ക് സമർപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് എന്താണെന്നും ഇതിന്റെ ഗുണവശങ്ങൾ എന്താണെന്നും എന്ന് അറിയണമെന്നുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? ഒരു ജീവന് ആവശ്യമായിട്ടുള്ളത് വായു, ജലം, ഭക്ഷണം. ഇതിനകത്ത് ഭക്ഷണം നമുക്ക് മാറ്റി വെച്ചാൽ പോലും ഈ മറ്റ് രണ്ട് ഘടകങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വായു ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ വെള്ളവും. ആ വെള്ളത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് കരുതുമ്പോൾ, നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളങ്ങൾ ഏത് തന്നെയാണെങ്കിലും, നമ്മളുടെ പൂർവികർ പറയും, അല്ലെങ്കിൽ നമ്മളും പറയാറുണ്ട്, മഴവെള്ളം ശുദ്ധമായ വെള്ളമാണ്, കിണർ വെള്ളം ശുദ്ധമായ വെള്ളമാണ്. പക്ഷെ ഇതൊന്നും ശുദ്ധമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഗ്രോമാർട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു ഈ വാട്ടർ ജഗ്. ഇതിലെ വെള്ളവും ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവുമായിട്ട് എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെയും തമ്മിലുള്ള ഗുണമേന്മയെ കുറിച്ചിട്ടുള്ളത്? അത് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഈ വാട്ടർ ജഗ് ഒന്ന് പരിചയപ്പെടാം. എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് എനിക്കൊരു 2 വാക്ക് പറയാനുള്ളത് നമ്മളുടെ മാനേജ്മെന്റ് ആണ്. നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ തിരഞ്ഞെടുക്കുന്നത് ഈ മാനേജ്മെന്റിന്റെ കഴിവാണ്. നമുക്ക് നോക്കിയാൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രമല്ല നോക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോമാർട്ടിലൂടെ പോകുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും കമ്പനി പ്രോഫിറ്റ് കുറവാണ്. പക്ഷെ എന്നാലും ആ പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്രമാത്രം നമുക്ക് ഗുണകരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ, ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന 3 വ്യക്തികളെ നമുക്ക് ഇതിനകത്ത് സ്മരിക്കാൻ കഴിയില്ല. അവർക്ക് എന്തായാലും ബിഗ് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. അടിപൊളി പാക്കിംഗ് ആണ്. ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ ഇത് കൊറിയർ ചെയ്ത് വരണമെങ്കിൽ അത്രമാത്രം അവരെ ഒരു പാക്കിംഗ് വെരി ഗുഡ്. ഇതാണ് നമ്മുടെ വാട്ടർ ജഗ്. ഗ്രോമാർട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ജീവന്റെ ജലം എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. നല്ല ഇതായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് സൂപ്പർ. ഇതാണ് അതിനകത്ത് വരുന്ന ഒരു ഫിൽട്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോർഷനാണ്. ഇതിനകം ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ വാൽവിന്റെ അവിടെ, ആ ടാപ്പിന്റെ അവിടെ വരുന്ന ഒരു ഡിവൈസറാണിത്. ഇത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുക. കൈക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. കണക്ട് ചെയ്തതിന് ശേഷം ഈ ഫിൽറ്റർ പോലുള്ള സംഭവം ഇങ്ങനെ ഇറക്കി വെക്കുക. ഇത് നമ്മുടെ കിണർ വാട്ടറാണ്. നമ്മളിപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് നമ്മൾ സാധാരണ കുടിക്കുന്ന കിണറ്റിലെ വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെയുള്ള ആ ഫിൽറ്ററിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഈ ഫിൽറ്ററിനകത്തേക്ക് നമ്മൾ ഒഴിക്കുകയാണ്.
ഈ വെള്ളത്തിന്റെ ഒരു ഒരു അര ഗ്ലാസോളം ഞാൻ ബാലൻസ് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാപ്പ് എടുക്കുക, ഇതുപോലെ വെക്കുക, നേരത്തെ ഇരുന്നത് പോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് വെള്ളം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മനുഷ്യ ശരീരം ഏകദേശം 80% വെള്ളത്താൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ വെള്ളത്തിന്റെ ലഭ്യതക്കുറവാണ് നമ്മൾ പല രോഗങ്ങളിലേക്കും നമ്മൾ എത്തിക്കുന്നത്. ഇവിടെ ഈ വെള്ളത്തിന്റെ പ്രത്യേകത, നമ്മളെ നോർമൽ കിണർ വെള്ളവും ഈ നമ്മളുടെ വാട്ടർ ജഗ്ഗിനകത്ത് ഗ്രോമാട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 90% മറ്റു രോഗങ്ങൾ നമുക്ക് വരാതിരിക്കുകയും 90% വന്നിട്ടുള്ള നിലവിലുള്ള രോഗങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ഒരു ഡെമോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു, കുടിക്കാൻ നമ്മളുടെ മനുഷ്യ ശരീരം 80% വെള്ളത്താൽ നിർമ്മിതമാണ്. ആ വെള്ളം മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ 5 സ്ഥലങ്ങളിലേ ഉള്ളൂ. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്താണ് അതിന്റെ കാരണം? അതായത് മനുഷ്യ ശരീരത്തിൽ നമ്മളുടെ വെള്ളം, നോർമൽ ഒരു കിണർ വാട്ടർ എന്ന് പറയുന്നത് അതിന്റെ മിനറൽസുകള്, മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ടൈപ്പിലായിരിക്കും. ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫുട്ബോൾ ടൈപ്പിലായിരിക്കും. വരുന്ന വെള്ളം എന്ന് പറയുന്നത് അതിന്റെ മിനറൽസുകൾ അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചെറിയ കണികകളായിരിക്കും. അപ്പൊ അത് ഫുട്ബോൾ ടൈപ്പിലുള്ള മിനറൽസുകൾ നമ്മളുടെ ദേഹത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ വെള്ളത്തിന്റെ ലഭ്യതക്കുറവാണ് നമ്മളെ അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അതേസമയം ഈ ഡിവൈസിൽ നിന്ന് വരുന്നത് ചെറിയ മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും അതിലൂടെ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നും ഒരു 90% വിമുക്തി നേടുകയും ചെയ്യാൻ കഴിയും. ഇവിടെ യാതൊരു മാജിക്കും ഇല്ല. ഇതാണ് നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന ജീരകമാണ്. ഇതിൽ ലൈവായിട്ട് നമുക്ക് ഫിസിക്കലി നമുക്ക് ഏതെങ്കിലും ടൈമിൽ നമുക്കത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഇതിപ്പോ ഒരു വീഡിയോ ഫസ്റ്റിലെ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് കറിക്ക് ഉപയോഗിക്കുന്ന ജീരകമാണ്. ഈ ജീരകം ഈ ഗ്ലാസ്സിൽ ഞാനിപ്പോ കൈക്ക് 2-3 കിള്ള് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ ഞാൻ ഇടുന്നുണ്ട്. സെയിം അളവിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ 2 വെള്ളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജും എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിന് സ്റ്റാർട്ടിങ്ങിൽ ഈ കിണർ വെള്ളം എന്ന് പറയുന്നതിന്റെ pH വാല്യൂ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇത് pH ന്റെ സ്കെയിൽ, അതായത് ലിക്വിഡ് ആണ്. ഇത് മെഡിക്കൽ ഷോപ്പ്, ഏത് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും കിട്ടും. ചിലപ്പോൾ നമ്മൾ ലോക്കലിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, എന്നാലും ഒരുമാതിരിപ്പെട്ട വലിയ മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം കിട്ടുന്നതാണ്. pH ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിന്റെ സൊല്യൂഷൻ, അതെന്നാണ് ഇതിന്റെ പേര് പറയുക. ഇതൊരു 3 തുള്ളി നമ്മൾ ഇങ്ങനെ ഒഴിക്കുക. ഒരു തുള്ളി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ആ നമ്മളെ കിണർ വാട്ടർ എന്ന് പറയുന്ന വെള്ളം. ആ pH ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന pH-ന്റെ അളവാണത്. ഇനി അടുത്തത് നമ്മളെ ഈ വാട്ടർ ജഗ്ഗിൽ നിന്ന് കിട്ടുന്നതിന്റെ pH നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ആ വ്യത്യാസം കാണുന്നത്. കിണർ വാട്ടറും ഈ ഡിവൈസിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ആയിട്ടുള്ള വ്യത്യാസമാണ്. നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടിയത് 7.5 മുതൽ 9.5 വരെയാണ് pH ആണ് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത്, വെള്ളത്തിന്റെ pH ഘടന എന്ന് പറയുന്നത്.
ഇത് ഏകദേശം ഒരു 7.5 മുതൽ ഇത് 8.5 ഉണ്ടാവും. 8.5 ഇത് നിൽക്കുന്നത്. ഇത് ഒരു 7 പോയിന്റ് വരും. അപ്പൊ ഈ വെള്ളത്തിന്റെ തമ്മിൽ ഉള്ള ഒരു വ്യത്യാസമാണ് ഇത്. നമ്മൾ പലവരുടെയും കിണർ ഭാഗത്ത് പല സ്ഥലങ്ങളിലെയും ഉള്ള എടുത്തു കഴിഞ്ഞാൽ പല കളറുകളിലായിരിക്കും ഇത് വരുന്നത്. അത് തന്നെയാണ് ഈ ഇൻഡിക്കേറ്ററിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അസിഡിക് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ അസിഡിക് വാട്ടർ ആയിട്ടുള്ള അതിന്റെ കളറ് വ്യത്യാസങ്ങൾ നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മോളിക്യൂൾസിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് നേരത്തെ എടുത്ത കിണർ വെള്ളമാണ്. അത് നമ്മൾ ആ ജീരകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളുടെ വാട്ടർ ജഗ്ഗിനകത്തുള്ള വെള്ളമാണ് എടുക്കുന്നത്. ഇത് ലൈവായിട്ട് ഞാൻ ചെയ്തതാണ്. വേറെ ഒരു മാജിക്കിലും നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടിൻ്റെയും കൂടെയും കളറ് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കണം. ഇതിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് കൂടുതലാണ്. വാട്ടർ ജഗ്ഗിൽ നിന്നും വന്നിരിക്കുന്നത് വെള്ളം നമ്മൾ ഒഴിച്ചപ്പോൾ അതിനകത്തൊരു യെല്ലോ ഷെയ്ഡ് കൂടുതലാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു ഇതില്ല, ആ യെല്ലോ ഷെയ്ഡ് വന്നിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഫുട്ബോൾ ടൈപ്പും ഇത് നോർമൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ചെറിയ കണികകളും ആയതുകൊണ്ടാണ് ഇതിനകത്ത് ആ കളറ്, ജീരകത്തിനകത്ത് ആ വെള്ളത്തിന്റെ മോളിക്യൂൾസ് ചെല്ലുമ്പോൾ ഉള്ള അതിന്റെ ആ കളറ് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ ഇതിനകത്തുള്ള നമുക്ക് വേണ്ടുന്ന കണ്ടന്റുകൾ നമ്മളുടെ ശരീരത്ത് ഇതുപോലെ പ്രവർത്തിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുകയും വന്നതിന് ഒരു റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഇന്ന് ഇതിന്റെ ഈ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡെമോ ചെയ്തത്. സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച്.